ഹലോ, വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് പ്ലസ് വണ്ണിലെ കോംപ്ലക്സ് നമ്പറിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. Quadratic equation as such is not an very important topic, but there are questions being asked from this topic. It's a very small topic. പക്ഷേ എന്നിരുന്നാലും ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നത് കാണാറുണ്ട്. എല്ലാ എക്സാമിനും, JEE മാത്രമല്ല, മറ്റു എൻട്രൻസ് എക്സാമിനേഷനും ഇതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കാറ്. അപ്പോൾ എന്താണ് ക്വാഡ്രാറ്റിക്? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചതാണ് അല്ലേ, വളരെ ലളിതമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എന്നാലും ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ കുഴക്കുന്നത് കാണാറുണ്ട്. എന്നിരുന്നാലും നമുക്കിതൊന്ന് പരിശോധിക്കാം. എന്താണ് വാട്ട് വാസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എന്താണ് അതിനെപ്പറ്റി പഠിച്ചത് നമ്മൾ, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. So what is a quadratic equation? Quadratic equation is nothing but an equation of the form ax square plus bx plus c equal to 0. ax square plus bx ഒറ്റ കാര്യമുള്ളൂ, a should not be equal to 0. ഇനി if a equal to 0 എന്ത് സംഭവിക്കും? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വിൽ ബിക്കം എന്തായിരിക്കും? ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ട് മാറും. കാരണം ഈ പാർട്ട് ഉണ്ടാവില്ല, ഇതങ്ങ് വാനിഷ് ചെയ്യും. സോ ഇറ്റ് വിൽ ബിക്കം എ ലീനിയർ ഇക്വേഷൻ. ഇനി ഇഫ് ബി ഈക്വൽ ടു 0 എന്ത് സംഭവിക്കും? എക്സ് പാർട്ട് ഉണ്ടാവില്ല. ദാറ്റ് മീൻസ് ദ ഇക്വേഷൻ വിൽ ബി ഓഫ് ദ ഫോം എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 0. ഒരു എക്സാമ്പിൾ പറയാം. എക്സ് സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0, എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0, 3x സ്ക്വയർ മൈനസ് 7 ഈക്വൽ ടു 0. വളരെ സിമ്പിൾ. എന്താ പറയുക, ഇറ്റ്സ് നോട്ട് എസ് പ്യുവർ ക്വാഡ്രാറ്റിക്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. പ്യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. എത്ര സൊല്യൂഷൻ ഉണ്ടാവും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? വി നോ ദാറ്റ് ദർ ആർ 2 സൊല്യൂഷൻസ്. ലെറ്റ് ദ സൊല്യൂഷൻസ് ബി എന്താണ്? സൊല്യൂഷൻസ് ബി ആൽഫ കോമ ബീറ്റ. ദേ വിൽ ബി ഗിവൺ ബൈ എന്താണ് ആ ഫോർമുല? ക്വാഡ്രാറ്റിക് ഫോം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഇനി ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ ഈ ഫോർമുല ഓർത്ത് വെക്കണം. ഒന്നാമത്തത് നമുക്കറിയാം, ഡിസ്ക്രിമിനൻ്റ് എന്ന് വിളിക്കുന്ന ബി സ്ക്വയർ മൈനസ് 4ac. ആദ്യത്തെ കാര്യം ഇസ് ഈക്വൽ ടു 0 ആയാൽ, ബി സ്ക്വയർ മൈനസ് 4 ഡിസ്ക്രിമിനൻ്റ് 0 ആയാൽ എന്തുണ്ടാവും? ഈ പാർട്ട് ഉണ്ടാവില്ല. ഏത് പാർട്ട് ഉണ്ടാവില്ല? ഈ പാർട്ട് ഉണ്ടാവില്ല. അപ്പോൾ സൊല്യൂഷൻ എന്തായി മാറി? സോ ദ സൊല്യൂഷൻ വിൽ ബി വാട്ട്? എക്സ് ആൽഫയും ബീറ്റയും രണ്ടും എന്തായി? മൈനസ് ബി ബൈ 2a ആയി. ദാറ്റ് മീൻസ് റൂട്ട്സ് ആർ എന്താണ്? ഈക്വൽ. റൂട്ട്സ് ആർ ഈക്വൽ എന്ന് പറയാം. സോ റൂട്ട്സ് ആർ ഈക്വൽ. ഡി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0, റൂട്ട്സ് ആർ ഈക്വൽ. രണ്ടാമത്തെ ഡിസ്ക്രിമിനൻ്റ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0, റൂട്ട്സ് ആർ എന്തായിരിക്കും? റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇതും റിയൽ ആയിരിക്കും, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. റിയലും ഡിസ്റ്റിങ്ക്റ്റ് എന്താണ്? ദിസ്റ്റിങ്ക്റ്റ് എന്നാൽ വ്യത്യസ്തമായിരിക്കും, രണ്ട് വെവ്വേറെ റൂട്ട്സ്. ഒരു ഉദാഹരണം എടുക്കാം നമുക്ക്, സിമ്പിളായിട്ട് എടുക്കാവുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 4x മൈനസ് 2 ഈക്വൽ ടു 0, അല്ലെങ്കിൽ പ്ലസ് 2 ഈക്വൽ ടു 0. ബി സ്ക്വയർ മൈനസ് 4ac എന്താണ് വരുന്നത്? ബി സ്ക്വയർ ഇസ് മൈനസ് 4ac ഇസ് ഈക്വൽ ടു 16 മൈനസ് 4 2 is 8, ദാറ്റ് ഇസ് ഈക്വൽ ടു 8. 16 മൈനസ് 4. സൊല്യൂഷൻ എന്താ വരിക? സൊല്യൂഷൻ ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ കോമ ബീറ്റ, എക്സ് എന്ന് വിളിക്കുന്നു, മൈനസ് ബി ദാറ്റ് ഇസ് മൈനസ് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 8 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 4 പ്ലസ് 2 റൂട്ട് 2, 8 എന്ന് പറയുമ്പോൾ 2 റൂട്ട് 2 ഡിവൈഡ് ബൈ 2, അല്ലെങ്കിൽ മൈനസ് 2 റൂട്ട് 2. ഈ 8 എന്ന് പറയുന്നത് റൂട്ട് 8 എന്ന് പറയുന്നത് 2 റൂട്ട് 2 ബൈ 2. രണ്ട് വ്യത്യസ്തമാണ്, രണ്ടും വെവ്വേറെയാണ് വരുന്നത്. സോ ഇഫ് റൂട്ട് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഗ്രേറ്റർ ദാൻ 0, റൂട്ട്സ് ആർ ഡിസ്റ്റിങ്ക്റ്റ്, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇവിടെ റിയൽ ആൻഡ് ഈക്വൽ, ഇവിടെ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇനി മൂന്നാമത്തെ കേസ്, if b is equal to b square minus 4ac is less than 0. അങ്ങനെ ഒരു കേസ് ഉണ്ടാവാം. എങ്ങനെയാണ്? ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. വളരെ പ്രധാനപ്പെട്ട ഒരു ഇക്വേഷനാണ്, ഓർത്ത് വെക്കണം. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0. ബി സ്ക്വയർ മൈനസ് 4ac എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 4, ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് 3. സൊല്യൂഷൻ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് മൈനസ് 3 ഡിവൈഡ് ബൈ 2, or that is equal to minus 1 plus or minus root of negative I root 3 divided by 2. We can say that the roots are endana complex or not real എന്ന് പറയാം. complex or not real എന്ന് പറയാം. b square minus 4ac less than 0 ആയ റൂട്ട്സ് കോംപ്ലക്സ് ആയി. അപ്പം ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്യാം. ആദ്യത്തെ ഈക്വൽ ടു 0, റൂട്ട്സ് ആർ ഈക്വൽ, ഗ്രേറ്റർ ദാൻ 0, റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇത് രണ്ടും കൂടി, ദാറ്റ് ഇസ് when we combine this, that is b square minus 4ac is greater than or equal to 0. What happens? The roots are we say that is the real എന്ന് മാത്രം പറയാം. Roots are
റിയൽ എന്ന് പറയും. ദാറ്റ് ഇസ് ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റൂട്ട്സ് ആർ റിയൽ. ഇനി ഇതിൻ്റെ മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കാം. ഇനി ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിലോ, സ്ക്വയർ നമ്പർ ഓർ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ, പെർഫെക്റ്റ് സ്ക്വയർ 36, 49 അല്ലെങ്കിൽ അത്ര എന്തെങ്കിലും 100 എന്തോ ആയിക്കോട്ടെ, പെർഫെക്റ്റ് സ്ക്വയർ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ, അതായത് ഉദാഹരണം 36 എടുക്കുക, ഡിവൈഡ് ബൈ 2a. ഓരോ ബിക്ക് എക്ക് ഏതെങ്കിലും നമ്പർ ഉണ്ടെന്ന് വിചാരിക്കാത്ത -5 ഓർ +5 എനിത്തിങ്, -5 പ്ലസ് ഓർ മൈനസ് √36 ഡിവൈഡ് ബൈ 2a, 2 into 3 എന്തോ ആവട്ടെ, എൻ്റെ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ സിറ്റുവേഷൻ. ഞാൻ 2 വാല്യൂ ഇട്ടു എന്ന് മാത്രം. ചുരുക്കത്തിൽ എന്താവും, -5 പ്ലസ് ഓർ മൈനസ് 6 ഡിവൈഡ് ബൈ 6. ഇതെന്താണ്? ദേ ആർ നത്തിങ് ബട്ട് റൂട്ട്സ് വിൽ ബി റാഷണൽ. എപ്പോഴാണ് റാഷണൽ ആവുന്നത്? ബി സ്ക്വയർ മൈനസ് 4ac, ബി സ്ക്വയർ മൈനസ് 4ac ഒരു സ്ക്വയർ നമ്പർ ആവുന്ന സമയത്ത് റൂട്ട്സ് ആർ റാഷണൽ. ഇനി സ്ക്വയർ നമ്പർ ആയില്ലെങ്കിൽ എന്താണെന്ന് നോക്കാം. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഇസ് നോട്ട് എ സ്ക്വയർ നമ്പർ എന്നുണ്ടാവും. ഒരു ഉദാഹരണം എടുക്കാം. എക്സ് സ്ക്വയർ മൈനസ് ഓർ പ്ലസ് 4x മൈനസ് 3 ഈസ് ഈക്വൽ ടു ഓർ +1 ആയിക്കോട്ടെ, +1 ആവട്ടെ, +1 അത് +1 ആവണ്ട, +1 ആവട്ടെ, അല്ലെങ്കിൽ 8 ആവട്ടെ, -3 കൊടുക്കാം. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4 സൊല്യൂഷൻ എന്തായിരിക്കും? ഇവിടെ -4 പ്ലസ് ഓർ മൈനസ് x ഇസ് ഈക്വൽ -4 പ്ലസ് √p സ്ക്വയർ 16 പ്ലസ് എന്തായിരിക്കും ഇവിടെ 4 3 12, അപ്പം 12 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് 28 ഡിവൈഡഡ് ബൈ അപ്പോൾ 2√7 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -4 പ്ലസ് ഓർ മൈനസ് 2√7 ഡിവൈഡ് ബൈ 2. എന്തായിരിക്കും ഇവിടെ? ഇറാഷണൽ ആയിരിക്കും. ഇറാഷണൽ മാത്രമല്ല, ഒന്ന് -4 പ്ലസ് 2√2/7 ആണെങ്കിൽ മറ്റതെന്താണ് വരുന്നത്? -4 മൈനസ് 2√7 ഡിവൈഡ് ബൈ 2. ദേ ആർ ഇറാഷണൽ മാത്രമല്ല, ദേ ആർ കോൺജുഗേറ്റ്. ഇറാഷണൽ മാത്രമല്ല, ദേ ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. ഇറാഷണൽ റൂട്ട്സ് എപ്പോഴും വരുന്നത് എങ്ങനെയാണ്? കോൺജുഗേറ്റ് പെയറിലാണ്. ശ്രദ്ധിക്കണം, അഥവാ ഒരു സ്ക്വയർ നമ്പർ അല്ലെങ്കിൽ ഇറാഷണൽ മാത്രമായിരിക്കുകയില്ല, അത് കോൺജുഗേറ്റ് പെയേഴ്സും കൂടിയായിരിക്കും. ഇതേപോലെ തന്നെയാണ് കോംപ്ലക്സ് ആവുന്ന സമയത്തും. നോക്കാം, ബി സ്ക്വയർ മൈനസ് 4ac ഈസ് ലെസ് ദാൻ 0. നമ്മൾ നേരത്തെ നോക്കിയ കേസാണിത്. ലെസ് ദാൻ 0 ഒരു ഉദാഹരണം എടുത്തിട്ടുണ്ട് ഇവിടെ. ഈ ഉദാഹരണം നമുക്കൊന്ന് മാറ്റി എഴുതാം, വെവ്വേറെ ആക്കി എഴുതാം. ഇതിന് മാറ്റി എഴുതുന്ന സമയത്ത് -1 പ്ലസ് i√3 ഡിവൈഡ് ബൈ 2 -1 മൈനസ് i√3 ഡിവൈഡ് ബൈ 2. ഇതെന്താണ്? ദേ ആർ കോൺജുഗേറ്റ്. അപ്പം കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിലും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ദേ കം ഇൻ കോൺജുഗേറ്റ്. കോംപ്ലക്സ് റൂട്ട്സ് ഓൾസോ കം ഇൻ കോൺജുഗേറ്റ് പെയേഴ്സ്. ഓർത്ത് വെക്കണം. ഇതാണ് അതിൻ്റെ റൂട്ട്സിനെ പറ്റി. ഇനി അടുത്ത കാര്യത്തിലേക്ക് വരാം. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 സാധാരണ ഒരു ജനറൽ ഫോം. ഇത് ആൽഫ കോമ ബീറ്റ ഒരു റൂട്ട്സ് ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക്. സപ്പോസ് ദർ ഇസ് എ ക്വാഡ്രാറ്റിക്. ഇത് തന്നിട്ടില്ല. ആൽഫ ആൻഡ് ബീറ്റ ആർ റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ എന്തായിരിക്കും? ഇത് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് ദ റൂട്ട്സ് എന്താ വരിക? -b/a and product of the roots alpha comma beta, product of the root c/a. ഇനി how can you form a quadratic equation? എങ്ങനെയാണ് ഒരു quadratic equation ഫോം ചെയ്യുക? x സ്ക്വയർ മൈനസ് സം ഓഫ് ദ റൂട്ട്സ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതാണ് ഒരു ക്വാഡ്രാറ്റിക്. വേണമെങ്കിൽ അതിനൊരു ഒരു കെനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഹൂസ് റൂട്ട്സ് ആർ ആൽഫ. അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? x സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് പ്ലസ് ആൽഫ ബീറ്റ. ഇതെല്ലാം ഇവിടെ നമുക്ക് ഇതിൽ പറയുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. ഇനി അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത്, ഒന്ന്, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഗ്രാഫിൻ്റെ നേച്ചർ എന്താണ്? ഗ്രാഫ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഇതിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഓക്കെ, അതിന് ഞാനൊരു തൽക്കാലം എളുപ്പത്തിനൊരു ടൂൾ ഉപയോഗിക്കുന്നു മാത്രം. ഈ ടൂൾ ഇപ്പം നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ ഈ ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല.
ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇത്രയേ ഉള്ളൂ. ഒന്ന് രണ്ടെണ്ണം ഞാൻ ഇവിടെ എഴുതാം, അതിനവിടെ പ്ലോട്ട് ചെയ്യുകയും ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7 ഈക്വൽ ടു 0, 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ഈക്വൽ ടു 0. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7 ഈക്വൽ ടു 0 ആൻഡ് മൈനസ് 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 4 ഈക്വൽ ടു 0. ഇതൊക്കെ ഒന്ന് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാനിവിടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഇൻപുട്ട് കൊടുക്കാം. എക്സ് സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7. ഗ്രാഫ് ഇവിടെ ഉണ്ട്. ഒരു ഗ്രാഫ് ഇതവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെറുതാക്കി. അടുത്തത് 2x സ്ക്വയർ മൈനസ് 3x മൈനസ് 4 അവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തത് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 7. ഇതിനകത്ത് എന്ത് മനസ്സിലായി? അതായത് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കോൺസെപ്റ്റ്. വളരെ ചെറിയ ഒരു കോൺസെപ്റ്റാണത്. ഓർത്ത് വെക്കേണ്ടതാണ്, ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയേ ഉള്ളൂ അതിൽ. അതായത് ഇവിടെ ഈ ആദ്യത്തെ കേസിലൊക്കെ ലീഡിങ് ടേം, അതായത് എ പാർട്ട് ഇഫ് എ ഇസ് ഗ്രേറ്റർ ദാൻ, അതായത് എ ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ ഗ്രാഫ് വിൽ ബി ഓപ്പണിംഗ് അപ്വേർഡ്സ്, മുകളിലേക്കായിരിക്കും. ഇഫ് എ ഇസ് ലെസ് ദാൻ 0 ഇറ്റ് ഈസ് ഓപ്പണിംഗ് ഡൗൺവേർഡ്, താഴത്തേക്കായിരിക്കും. ആ രീതിയിൽ കാണുന്ന സമയത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അങ്ങനെയാവുമ്പോൾ ഈ രണ്ട് കേസുകൾക്കും ആ ഗ്രാഫ് ഞാൻ കളഞ്ഞു. നമുക്ക് തൽക്കാലം ഈ ഒരു ഗ്രാഫ് എടുക്കാം. എ ഇസ് ഓപ്പണിംഗ് അപ്വേർഡ്, എ ഇസ് ഗ്രേറ്റർ ദാൻ 0, ഗ്രാഫ് ഇസ് ഓപ്പണിംഗ് അപ്വേർഡ്. ആ സമയത്ത് അതിനൊരു മിനിമം വാല്യൂ ഉണ്ടാവും. ദർ വിൽ ബി എ മിനിമം വാല്യൂ. ഓക്കെ, ആൻഡ് ഇറ്റ് വിൽ ഹാവ് നോ മാക്സിമം വാല്യൂ. ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ. എവിടെയാണ് ആ മിനിമം വാല്യൂ? അത് കാൽക്കുലസ് ചെയ്യാൻ വരച്ച ടേണിംഗ് പോയിന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ദ മിനിമം വാല്യൂ വിൽ ബി മറ്റൊന്നുമല്ല, ആ മിനിമം വാല്യൂ ഇസ് നത്തിങ് ബട്ട് മൈനസ് ബി ബൈ 2a എന്ന് അത്രേ ഉള്ളൂ. മൈനസ് ബി ബൈ 2a. ഇത് ആ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സിൻ്റെ ടേണിംഗ് പോയിന്റ് ഉണ്ടാകും. ഡിഫറൻഷിയേറ്റ് ചെയ്യുക, പുട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു 0, യു ഗെറ്റ് മൈനസ് ബി ബൈ 2a. അതാണ് അതിൻ്റെ മിനിമം വാല്യൂ. അവിടെയാണ് അതിൻ്റെ മിനിമം വാല്യൂ ഉണ്ടാവുക. ആൻഡ് ദ മിനിമം വാല്യൂ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അത് എളുപ്പമാണ്. ഇതിന് എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് മൈനസ് ബി ബൈ 2 ഒന്നുമില്ല, സി മൈനസ് ബി സ്ക്വയർ ബൈ 4a എന്ന് ഓർത്താൽ മതി. അതായത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ, എ ലീഡിങ് ടേം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യന്റ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഗ്രാഫ് ഓപ്പണിംഗ് അപ്വേർഡ്സ് ആയിരിക്കും. അതിനൊരു മിനിമം വാല്യൂ ഉണ്ടാവും. മിനിമം വാല്യൂ മൈനസ് ബി ബൈ 2a. ആൻഡ് എവിടെയാണോ ആ മിനിമം വാല്യൂ ഉണ്ടാവും, ഈ എക്സിൻ്റെ വാല്യൂ എവിടെയാണോ ആ മിനിമം വാല്യൂ അത് മൈനസ് ബി ബൈ 2a. ആൻഡ് ദ മാക്സിമം എവിടെയാണോ അതിൻ്റെ ആ മിനിമം, എന്താണോ ആ മിനിമം വാല്യൂ, വൈ വാല്യൂ, ദാറ്റ് വിൽ ബി ഈക്വൽ ടു സി മൈനസ് ബി സ്ക്വയർ ബൈ 4a. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇതേപോലെ തന്നെയാണ് ഈ കേസിൽ നമുക്ക് നോക്കാം എന്താണ് ആ ഗ്രാഫ്. ഇവിടെ എ നെഗറ്റീവാണ്, ലീഡിങ് കോഎഫിഷ്യന്റ്. ഗ്രാഫിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ടാവും. എവിടെയാണ് മാക്സിമം വാല്യൂ? ഇതേപോലെ തന്നെ അതൊരു ടേണിംഗ് പോയിന്റ്, മറ്റൊന്നുമല്ല, സെയിം വാല്യൂ. ഏതാ? ഇതിൻ്റെ എക്സ് കോഎഫിഷ്യന്റ് മറ്റൊന്നുമല്ല, എക്സ് വാല്യൂ വരുന്നത് ഈ വാല്യൂ എന്താണോ അതിൻ്റെ എക്സ് കോഎഫിഷ്യന്റ്, നത്തിങ് ബട്ട് മൈനസ് ബി ബൈ 2a. ആൻഡ് അതിൻ്റെ കറസ്പോണ്ടിങ് മാക്സിമം വാല്യൂ ഈ ഗ്രാഫിന്, അതായത് ലീഡിങ് കോഎഫിഷ്യന്റ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ, എ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതിന് ഒരു ഗ്രാഫിന് ഒരു മാക്സിമം വാല്യൂ ഉണ്ടെന്നും മിനിമം വാല്യൂ ഒന്നുമില്ല, എത്ര വേണേലും മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് അത് പോകും. ആൻഡ് ദ മിനിമം വാല്യൂ ഇസ്, നേരത്തെ മാക്സിമം വാല്യൂ ഉണ്ട്, മിനിമം വാല്യൂ ഇസ് അതേ ഫോർമുല സി മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 4a. ഇതാണ് അതായത് ഇത്രയേ ഉള്ളൂ. ആ വേർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് ബി ബൈ 2a, സി മൈനസ് ബി സ്ക്വയർ ബൈ 4a. രണ്ട് കേസ്, ഓപ്പണിംഗ് അപ്വേർഡ്സ് ആയാലും ഡൗൺവേർഡ്സ് ആയി കഴിഞ്ഞാലും
ഇനി ഒരു കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് ഒരു ഷോർട്ട് കട്ടാണ്. തൽക്കാലം സപ്പോസ് യു ആർ ഗിവൺ ആൻ ഇന്നിക്വാലിറ്റി തന്നിട്ടുണ്ട്. ഇത് തന്നെ എടുക്കാം. ഏതാ ഗ്രാഫ്? ഇതല്ലേ ഗ്രാഫ്? മറ്റേ ഗ്രാഫ് കണ്ടില്ല. 2x² - 3x - 4 = 0 എന്നാണ് ഇക്വേഷൻ. അതുകൊണ്ട് അതൊരു ഒരു ഗ്രാഫായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ആ ഗ്രാഫ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. സപ്പോസ് വാട്ട് ഇസ് 2x² - 3x - 4 > 0? ഒന്നും നോക്കാനില്ല. എവിടെയാണോ ഇതിൻ്റെ വാല്യൂ, ഇതിനെ f(x) എന്ന് എടുത്തു കഴിഞ്ഞാൽ f(x) പോസിറ്റീവ് ആയിട്ടുള്ളത് > 0. f(x) പോസിറ്റീവ് എന്ന ഗ്രാഫ് എക്സ് ആക്സിസിന് മുകളിലേക്ക് വരുന്നത്. ഇവിടെ മുതൽക്ക് ഇതിൻ്റെ എത്ര പോയിന്റ്? 2 പോയിന്റ്. ഇവിടെ മുതൽക്ക് അങ്ങോട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഫ്രം ഹിയർ ഓൺവേർഡ്സ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും. ഇതിപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ വാല്യൂ 2.361 ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ അതേമാതിരി ഇവിടെ അതിൻ്റെ കോർഡിനേറ്റ്സ് കാണുന്നത് -0.65 ഇതിൻ്റെ കോർഡിനേറ്റ്സ് കാണുന്നത് -0.65. അവിടെ നിന്ന് ഇങ്ങോട്ട് ദാറ്റ് ഈസ് -∞ to -0.65 വരെ എന്താണ് ഗ്രാഫ് മുകളിലേക്ക്, അതായത് ഇതിൻ്റെ സൊല്യൂഷനാണ് എന്നർത്ഥം. അതേപോലെ തന്നെ ഇവിടെ നിന്നും 2.361 ഓൺവേർഡ്, ദാറ്റ് ഈസ് 2.361, ഇൻഫിനിറ്റി അത് മുകളിലേക്കാണ്. അപ്പോൾ അതേപോലെ അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് f, ദാറ്റ് ഈസ് 2x² - 3x - 4 < 0? എവിടെയാണ് താഴെ? ഈ ഇൻ്റർവെൽ. ഏതാണ് ആ ഇൻ്റർവെൽ? ഒന്നുമില്ല. ഏതാണ് ഇൻ്റർവെൽ? -0.65, ഓപ്പൺ ഇൻ്റർവെൽ 2.361. ഈ ഡെസിമൽ ഇല്ലാതെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. നമുക്ക് അറിയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എടുക്കാം. x² - 3x x² - 4x + 1 or +3 = 0. ഇതിൻ്റെ എന്തൊക്കെയാണ്? x - 3 × x - 1 = 0. അതല്ലേ ഇതിനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. വളരെ സിമ്പിളാണ്. x² - 4x + 3. ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സൊല്യൂഷൻ? 3,0. ഇവിടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണത്? 3,0. ഇത് 3 ആണ്. ഇതോ എന്തായിരിക്കും? 1 അല്ലേ? 1ഉം 3 ആണ്. ഇനി ഇതിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. എന്താണ് ചോദ്യം? സപ്പോസ് വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് x² - 4x + 3? ഈ ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിൽ > 0 എവിടെയാണ്? എപ്പോഴാണ് ഇത് > 0? എടുത്ത വഴിക്ക് നമുക്ക് പറയാം, എളുപ്പത്തിൽ പറയാം 3 to ∞. അതേപോലെ തന്നെ എന്ത് പറയാം? -∞ to 1. ഇത് രണ്ടിൻ്റെയും യൂണിയനാണ് > അപ്പോൾ നേരെ തിരിച്ചു വെച്ചോ. x² - 4x + 3 < 0. എവിടെയായിരിക്കും ഇത്? ഗ്രാഫ് താഴെ. < 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f(x) ഗ്രാഫിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. എക്സ് ആക്സിസിന് താഴെ വരുന്നത് എവിടെയാണ്? വളരെ സിമ്പിൾ, 1 to 3. അപ്പോൾ ഗ്രാഫിനെ പറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ, അതായത് ഗ്രാഫ് ഇനി അടുത്ത ചോദ്യം ഗ്രാഫ് എങ്ങനെ വരയ്ക്കും? ഇതല്ലേ ഇക്വേഷൻ. x² - 4x + 3. നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. x = 3, x = 1. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫിക്കലി വേർ ഇറ്റ് ക്രോസസ് ദ എക്സ് ആക്സസ്. ഇത് ഓപ്പണിംഗ് അപ്വേർഡ്സ് ആണ്, മുകളിലേക്ക് തുറക്കുന്ന ഗ്രാഫാണ്. ഇങ്ങനെയാണ് ഗ്രാഫ് വരുന്നത്. എവിടെയാണ് അതിൻ്റെ സൊല്യൂഷൻസ്? ഒന്ന് 1, മറ്റൊന്ന് 3. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. എങ്ങനെയാണ്? എവിടെയാണോ > വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഈസിലി ഫ്രം ദ ഗ്രാഫ്. അതേപോലെ മറ്റേ ഏതൊരു ഗ്രാഫ്. ഇനിയിപ്പം സപ്പോസ് വി ആർ പുട്ടിംഗ് അപ്പ് ദ ഗ്രാഫ് x² - 2x + 1 = 0. എന്താ ഇതിൻ്റെ സൊല്യൂഷൻ? വാട്ട് ഇസ് ദിസ്? ദിസ് നത്തിങ് ബട്ട് x - 1 ഹോൾ സ്ക്വയർ = 0. വേറെ ഒന്നുമല്ല, b² - 4ac 0 ആയിരിക്കും. എന്തായിരിക്കും? x = 1, x = 1 എന്ന് പറഞ്ഞാൽ ഗ്രാഫ് ഇങ്ങനെ വന്നിട്ട് മുട്ടിയിട്ട് എക്സ് ആക്സിസിന് ഒരു സ്ഥലത്ത് മുട്ടിയിട്ട് പോകും. ഏതാണ് സ്ഥലം? x = 1. ഇവിടെ b² - 4ac 0 ആണ്. ഒരു സ്ഥലത്ത് തട്ടും. ഇവിടെ രണ്ട് സ്ഥലത്ത് തട്ടും. b² - 4ac > 0 റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്. ഇനി
മൂന്നാമത്തെ കേസ് എന്താണ്? മൂന്നാമത്തെ കേസ് ബി സ്ക്വയർ മൈനസ് 4ac ഇങ്ങനെ പോകും. ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0. ഒന്ന് നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ഒന്ന് ഉറപ്പ് വരുത്താം. എക്സ് സ്ക്വയർ നേരത്തെ നമ്മൾ ചെയ്ത എക്സാമ്പിൾ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അതാ പോകുന്നു. സോ ദാറ്റ്സ് ഇക്വേഷൻ. എവിടെ എക്സ് ആക്സിസിന് ടച്ച് ചെയ്യുന്നില്ല. റൂട്ട്സ് ആർ കോംപ്ലെക്സ്, നോ റിയൽ റൂട്ട്സ്. എക്സ് ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. സോ ദാറ്റ്സ് വിത്ത് ദാറ്റ് ഗ്രാഫിക്കൽ പാർട്ട്. നമുക്ക് തിരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഓക്കെ, ഇനി ഇവിടെ മറ്റു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു 0 ആണെങ്കിൽ റിയൽ ആൽഫ ബീറ്റ ഇതെല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, കണ്ടീഷൻ ഫോർ കോമൺ റൂട്ട്സ്. എന്താണ് അവിടെ പറയുന്നത്? രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. a1x² പ്ലസ് b1x പ്ലസ് c1 ഈക്വൽ ടു 0 ആൻഡ് a2x² പ്ലസ് b2x പ്ലസ് c2 ഈക്വൽ ടു 0. അതെങ്ങനെയാണ്? b2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബോത്ത് ഹാവ് 2 കോമൺ റൂട്ട്സ്. രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒരേ കോമൺ റൂട്ട്സ് ഉണ്ടാവും. നോക്കാം, ഞാനൊന്ന് എഴുതി നോക്കാം. x² പ്ലസ് 2x പ്ലസ് 3 ഈക്വൽ ടു 0. അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2x² പ്ലസ് 4x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. ഇതിന് രണ്ടിനെയും നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ആദ്യത്തത് x² പ്ലസ് 2x പ്ലസ് 3. അൺഫോർച്ചുനേറ്റ്ലി അതിന് റിയൽ റൂട്ട്സ് ഇല്ല. നമ്മളിവിടെ എഴുതിയത് അങ്ങനത്തെ ഒരു വാല്യൂ തന്നെ 1 ആക്കിയാൽ മതി. ഇതിനെ 1 ആക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താവും? ഇത് 2 ആവും. ഈ പാർട്ട് വിൽ ബി ഈക്വൽ ടു 2. ഇതിന് 2 ആക്കണ്ട, അതിനെ 1 ആക്കാം. 1 മൈനസ് 1 അങ്ങനെ ആക്കാം. മൈനസ് ഇതിനെ മാറ്റിയിട്ട് 3 ആക്കണ്ട. x² പ്ലസ് 4x മൈനസ് 1 ഈക്വൽ ടു 0 ആവും. അടുത്തത് 2x² പ്ലസ് 8x മൈനസ് 2. അതായത് ഒന്നിനെ 2 മറ്റൊന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു എന്നർത്ഥം. x² പ്ലസ് 4x മൈനസ് 1 അടുത്തത് വരുന്നു. 2x² പ്ലസ് 8x മൈനസ് 2. എന്തുണ്ടായി? ബോത്ത് ഓഫ് ദം ഹാവ് സെയിം സൊല്യൂഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? മറ്റൊന്നുമല്ല, a1 by a2 will be equal to b1 by b2 is equal to c1 by c2. നമ്മുടെ ലീനിയർ ഇക്വേഷൻ്റെ ഇൻഫിനിറ്റ് സൊല്യൂഷൻ, ദാറ്റ് ഇസ് നമ്മുടെ a1 by a2 is equal to b1 by b2 is equal to c1 by c2. ഇനി എപ്പോൾ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഒരേ സൊല്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ആ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ദാറ്റ് മെത്തേഡ് ഇസ് നോൺ ആസ് ക്രീമേഴ്സ് റൂൾ. ഒന്നിൽ രണ്ട് ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതാം. a1x² പ്ലസ് b1x പ്ലസ് c1 is equal to 0 and a2x² plus b2x plus c2 is equal to 0. ലീനിയർ ഇക്വേഷൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉണ്ട്. അത് തന്നെ സാധനം, മറ്റൊന്നുമില്ല. x² എഴുതാം, x എഴുതാം, പിന്നെ 1 എഴുതാം. ഇനി ഞാൻ ഇങ്ങനൊരു സാധനം വരയ്ക്കുന്നു. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. b1 c1 a1 b1 സൈക്ലിക് ആയിട്ട് പോകാം. ഇവിടെ സ്റ്റാർട്ട് b1 c1 a1 b1. അടുത്തത് b2 c2 a2 b2. എന്നിട്ട് x² ഡിവൈഡഡ് ബൈ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാല്ല എന്ന് വെച്ചാൽ ഇത് വേണമെന്നില്ല, ഇല്ലാതെ തന്നെ പറയാം. എന്താ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ബാക്കിയുള്ള എലിമെൻസിൻ്റെ കോയിഫിഷ്യൻ, ഇവിടെ കോയിഫിഷ്യൻ കോൺസ്റ്റൻറ്റ് ആകും. x² അതങ്ങ് ഒഴിവാക്കുക, എന്നിട്ട് ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. b1 c2 മൈനസ് b2 c1 ഇസ് ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ c1 a2, അതായത് ഇവിടെ നിന്ന് തുടങ്ങുക. c1 a2 മൈനസ് a2 c1 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഈ ഭാഗം ഒഴിവാക്കുക, ബാക്കിയുള്ളത് എന്താ a1 b2 മൈനസ് a2 b1. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് കഴിഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു അവിടെ എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് അങ്ങോട്ട് ചെയ്യാവുന്നുള്ളൂ. എക്സ് ഇസ് ഈക്വൽ ടു നേരിട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇവിടെ നേരിട്ട് ഒന്നുകിൽ ഇത് രണ്ടും കൊടുക്കാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഒരു എക്സും ക്യാൻസൽ ആയിപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നേരെ മുകളിൽ c1 a2 മൈനസ് ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ഒരു സ്റ്റെപ്പിൽ ചെയ്യാവുന്നതേ ഉള്ളൂ.
A1 B2 A2 B1. ഇത് നേരിട്ട് ഈ ഭാഗം മാത്രം ശ്രദ്ധിക്കുക. അത് ഒന്നുകൂടി ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. കോമൺ സൊല്യൂഷൻ കാണണമെങ്കിൽ ആദ്യം എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ ദിസ് ഇൻറ്റു ദിസ് മൈനസ് ദിസ് ഇൻറ്റു ദിസ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ഇതല്ല, ഇനി സിയും തുടങ്ങാം. അതായത് റൈറ്റ് സൈഡിലേക്ക് പോവാം. C1 A2 മൈനസ് A1 C2 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ A1 B2 മൈനസ് B2. ഒന്നുകൂടി പറയാം. എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ B1 C2 മൈനസ് C1 B2 ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ C1 ഇവിടെ നിന്ന് അങ്ങോട്ട് C1 A2 ഡിവൈഡ് ബൈ A1 C2 ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ A1 B2 മൈനസ് B1 A2. അല്ലെങ്കിൽ ഇതേപോലെ എഴുതി നോക്കുക. നടുക്കുന്ന സ്റ്റാർട്ട് ചെയ്യുക. B1 C1 A1 B1 B2 C2 A2 എന്നിട്ട് എഴുതിയാൽ മതി. യു വിൽ ഗെറ്റ് ദ കോമൺ ഇക്വേഷൻ, ഐ മീൻ കോമൺ സൊല്യൂഷൻ. ഇനി അടുത്ത പോയിന്റ്, പൊസിഷൻ ഓഫ്, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചോദ്യങ്ങൾ വരാം. പൊസിഷൻ ഓഫ് റൂട്ട്സ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax square plus bx with respect to a real number n if both roots less than m. എന്താ പറഞ്ഞതിൻ്റെ കാര്യം? നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്. ഇത് 1 ആയിക്കോട്ടെ, ഇത് 3 ആയിക്കോട്ടെ. എക്സാമ്പിൾ എടുക്കാം. ഇഫ് ബോത്ത് റൂട്ട്സ് ആർ ലെസ് ദാൻ എം, ഒരു പർട്ടിക്കുലർ വാല്യൂ എം എന്നുള്ളത് നമുക്കൊരു 4 ആക്കി എടുക്കാം. M4 ആണെങ്കിൽ ഇവിടെ 2 റൂട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ കണ്ടീഷൻ എന്താ? ബി സ്ക്വയർ മൈനസ് 4ac ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആവാം. രണ്ടും ഒന്നാണെങ്കിൽ എന്തുണ്ടാവും? ഇങ്ങനെ വന്നു പോവാം. 2 റൂട്ടുകളും ഒന്നാണെങ്കിൽ ഇവിടെ വരാം. അപ്പം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൂട്ട്സ് ഉണ്ടെന്നും രണ്ടും വെവ്വേറെ ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ, ഒന്നാണെങ്കിൽ. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞു, ഇതിനെപ്പറ്റി ഒരുപാട് കണ്ട് ബേജാറാവുന്നു വേണ്ട. വളരെ സിമ്പിളാണ്. എന്തായിരിക്കും ഈ ടേണിംഗ് പോയിന്റ്? അതിൻ്റെ ഈ എക്സ് കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിൾ. നമ്മൾ പറഞ്ഞു -b/2a അല്ലേ? ആ -b/2a ഈ തന്നിരിക്കുന്ന ഇതിനെക്കാട്ടും ചെറുതായിരിക്കും. ദാറ്റ് ഈസ് m വിൽ ബി ഗ്രേറ്റർ ദാൻ -b/2a. ഉറപ്പല്ലേ? അതായത് വലത്ത് ഭാഗത്താണ്. ഈ 2 റൂട്ട് ഇതിനെക്കാട്ടും ചെറുതാണെങ്കിൽ b- ഇവിടെ ആയിരിക്കുമല്ലോ അല്ലേ? അതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാര്യം. ഈ -b/2a പകരമാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ടും കൂടി m is greater than alpha plus beta by 2. m അതിനെക്കാട്ടും ഗ്രേറ്റർ ആയിരിക്കും എന്ന്. ഇനി അടുത്ത പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ബോത്ത് റൂട്ട്സ് ആർ ഗ്രേറ്റർ ദാൻ m, രണ്ട് റൂട്ടുകളും എമ്മിനെക്കാട്ടും വലുതാണെങ്കിൽ, 2 റൂട്ടുകളും എമ്മിനെക്കാട്ടും വലുതാണെങ്കിൽ ഇവിടെ m നമുക്ക് 1ഉം 3ഉം 4ഉം ആക്കാം. 3ഉം 4 ഇവിടെ m നമ്മളെടുത്തു. m is equal to ഇവിടെ 2 റൂട്ടുകളും എന്താണ്? എമ്മിനെക്കാട്ടും ഒരു പർട്ടിക്കുലർ നമ്പറിനെക്കാട്ടും വലുതാണ്. അങ്ങനെയാണെങ്കിൽ എന്താ? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. 1 2 എമ്മും ഇതും നമ്മൾ കമ്പയർ ചെയ്യും. നമ്മൾ -b/2a എവിടെയായിരിക്കും? -b/2a ഇവിടെയാണ് വരുന്നത് അല്ലേ? അതും എമ്മും നമ്മൾ കമ്പയർ ചെയ്താൽ എന്താ? m ഷുഡ് ബി ലെസ് ദാൻ -b/2a. റൈറ്റ്. ഇനി അടുത്ത കാര്യം, 1 റൂട്ട് ഇസ് ഗ്രേറ്റർ ദാൻ m ആൻഡ് അതർ റൂട്ട് ഇസ് ലെസ് ദാൻ m. ഒരു റൂട്ട് എമ്മിനെക്കാട്ടും ഗ്രേറ്റർ ആണ്. ഞാൻ ഈ മുകളിലേക്ക് ഓപ്പണിംഗ് ആയിട്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള കേസ് മാത്രമേ പറഞ്ഞാൽ, അല്ലെങ്കിലും ശരിയായിരിക്കും. രണ്ടായാലും ഒരേ മാതിരി തന്നെ ആയിരിക്കും. സൈന് മാറ്റമൊന്നുമില്ല. m ഇവിടെയാണ്, ഇവിടെ എവിടെയോ ആണ്. ഇത് 1 എന്ന് എടുക്കാം, ഇത് 3 എന്നോ 4 എന്നോ 5 എന്ന് എടുക്കാം. m ഇവിടെയാണ്, 2 ആണെന്ന് വിചാരിക്കും. ദിസ് ഇസ് m, the value of m equal to 2. ഇതാണ് നമ്മുടെ m. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും? നേരത്തെ പോലെ തന്നെ ആദ്യത്തെ കേസ് എന്തുണ്ടാവും? ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 2 വ്യത്യസ്ത റൂട്ടുകൾ അല്ലെങ്കിൽ ഒരു റൂട്ട്. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, a ഇൻറ്റു f of m ലെസ് ദാൻ 0. ആകെ പ്രശ്നമായല്ലോ. f of m വാല്യൂ ഓഫ് ഇതിന് f of x is equal to തൽക്കാലം ഇതിൻ്റെ ഈ പർട്ടിക്കുലർ ഇക്വേഷൻ നമുക്ക് x² മൈനസ് 3x പ്ലസ് 7 ആണെന്ന് വിചാരിക്കാം. ഞാൻ ആണെന്ന് വിചാരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഓക്കെ, -1 എന്നാണെന്ന് വിചാരിക്കാം. 2 വ്യത്യസ്ത റൂട്ടുകൾ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ f of m, ഒരു a ഉണ്ട് ഇവിടെ, ഞാനത് അതിനെപ്പറ്റി പറയാം. f of m എന്തായിരിക്കും? f of m അതായത് 2 റൂട്ടിന് ഒന്നിനെക്കാട്ട്, അതായത് ഒരു റൂട്ട് കഴിഞ്ഞ് m, അത് കഴിഞ്ഞ് മറ്റേ റൂട്ട്. അങ്ങനെയാകുമ്പോൾ എമ്മിൻ്റെ വാല്യൂ
അത് ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കൊണ്ട് എഫ് ഓഫ് എം എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. അഥവാ ഗ്രാഫ് ഈ രൂപത്തിലാണെങ്കിൽ നമ്മൾ ആകെ പെട്ടുപോകും. അതിനാണ് അവിടെ ഒരു എം പറഞ്ഞിരിക്കുന്നത്. ഗ്രാഫ് ഈ രൂപത്തിലാണെന്നെങ്കിൽ ബോത്ത് റൂട്ട്സ് ഇതാ ഇവിടെ 1 ഇവിടെ 5 നമ്മുടെ എം ഇവിടെയാണുള്ളത്, എം ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ എന്തുണ്ടാകും, എഫ് ഓഫ് എം ആകെ പ്രശ്നമാകും. എഫ് ഓഫ് എം എന്താ ഗ്രേറ്റർ ദാൻ 0. അവിടെ പറഞ്ഞിരിക്കുന്നത് എ ഇൻറ്റു എഫ് ഓഫ് എം എന്നാണ് പറഞ്ഞത്. ഈ കേസിൽ എ നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഇത് പോസിറ്റീവ്, എഫ് ഓഫ് എം പോസിറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്താ നെഗറ്റീവായി. അപ്പോൾ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഇഫ് 1 വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ എം ഇസ് ഗ്രേറ്റർ പർട്ടിക്കുലർ വാല്യൂ എന്ന് പറയുന്ന ആ വാല്യൂ ഒരു റൂട്ടിനെക്കാട്ടും ചെറുതും മറ്റേ റൂട്ടിനെക്കാട്ടും ചെറുത് ഒന്നിനെക്കാട്ടും വലുതും മറ്റൊന്നിനെക്കാട്ടും ചെറുതുമാണെങ്കിൽ എന്ത് സംഭവിക്കും, ബി സ്ക്വയർ മൈനസ് 4ac ഉണ്ടാവും. മാത്രമല്ല എന്താ എ ഇൻറ്റു എഫ് ഓഫ് എം നെഗറ്റീവ് ആയിരിക്കും. അതാ പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇതിലേക്ക് പറയാം. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇങ്ങനൊരു ഗ്രാഫ് പോകുന്നുണ്ട്. അത് ക്വാഡ്രാറ്റിക് ആവണം എന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 1ൻ്റെയും 3ൻ്റെയും ഇടയ്ക്ക് ഒരു റൂട്ട് ഉണ്ടോ എന്നെങ്ങനെ നമുക്ക് പരിശോധിക്കാം. 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്ക് റൂട്ട് ഉണ്ടെങ്കിൽ എഫ് ഓഫ് 1 എന്താ ഇവിടെ പോസിറ്റീവ്, എഫ് ഓഫ് 3 എന്താ. സോ ദ പോളിനോമിയൽ എഫ് ഓഫ് എക്സ്, ഇത് ക്വാഡ്രാറ്റിക് അല്ല, ഹയർ ഡിഗ്രി ആണെന്ന് വിചാരിക്കാം. ഹയർ ഡിഗ്രി അതുകൊണ്ടാണ് കൂടുതൽ റൂട്ട്സ്. എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയൽ ചേഞ്ചസ് ദ സൈൻ between at 1 and 3. That means it crosses x axis. ഇതിൻ്റെ ഇടയ്ക്ക് ഇത് എവിടെയോ 0 ആവുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എക്സ് ആക്സിസ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. 1നും 3നും ഇടയ്ക്ക് എഫ് ഓഫ് എക്സ് പോളിനോമിയൽ സൈന് മാറുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്, സൈന് മാറുന്നതിൻ്റെ ഇടയ്ക്ക് എക്സ് ആക്സിസ് ക്രോസ്. ദാറ്റ് മീൻസ് ദർ ഇസ് എ സൊല്യൂഷൻ ഇൻ ബിറ്റ്വീൻ. ഇവിടെയും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 3 ആൻഡ് എഫ് ഓഫ് 4 തമ്മിൽ രണ്ടും നെഗറ്റീവ്, അതിൻ്റെ ഇടയ്ക്ക് ഇതില്ല. ഇത് എഫ് ഓഫ് 7 ആണ്, ഒരു 5 ആണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് 3 നെഗറ്റീവ് ആണ്, എഫ് ഓഫ് 5 പോസിറ്റീവ്, അതിൻ്റെ ഇടയ്ക്ക് എന്താ. സോ ദർ ഇസ് എ സൈൻ ചേഞ്ച് ബിറ്റ്വീൻ ദാറ്റ് മീൻസ് ദർ ഇസ് എ 0. ഇതൊക്കെ ചോദ്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇനി മറ്റൊരു റിസൾട്ടിലേക്ക് വരാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ ചാപ്റ്ററിൽ അത്ര കാര്യമായി ഉപയോഗിക്കുന്ന റിസൾട്ടല്ല. ഇത് കോണിക്കലാണ് കാര്യമായിട്ട് വരുന്നത്. ഹിയർ ഇറ്റ്സ് ഇൻ ഇക്വേഷൻ ഇസ് ഗിവൺ. ആ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ. ഇത് കോണിക്ക് പഠിച്ച ആൾക്കാർക്ക് അറിയാം. ദിസ് ഇസ് നോൺ ആസ് എ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എക്സ് ആൻഡ് വൈ, എക്സിലും വൈയിലുമുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇത് വലിയൊരു ഇക്വേഷനെ ഞാൻ എഴുതി. എന്താ ഇവിടെ ഇത് ഒന്നുകൂടി മാറ്റി പറയാം. എ എക്സ് സ്ക്വയർ ടേം ഉണ്ടാവും. പിന്നെ എന്താ 2hxy, ഒരു എക്സ് വൈ ടേം ഉണ്ടാവും, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പ്ലസ് ഒരു വൈ സ്ക്വയർ ടേം ഉണ്ടാവും, പിന്നെ ഒരു എക്സ് ടേം ഉണ്ടാവും, പിന്നെ ഒരു വൈ ടേം ഉണ്ടാവും, പ്ലസ് സി. ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിസോൾവ് ഇൻ ടു 2 ലീനിയർ ഫാക്ടർ. എന്ന് പറഞ്ഞാൽ ഇതിനെ 2 ലീനിയർ ഇക്വേഷൻ ആക്കി എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് കോണിക്കലെ കാഴ്ചപ്പാടിനെ പറ്റി ഇതിനെ നോക്കി കാണുകയാണെങ്കിൽ ദിസ് ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ റെപ്രസെൻ്റ് എ പെയർ ഓഫ് സ്ട്രേറ്റ് ലൈൻസ് എന്നാണ് അവിടെ പറയുന്നത്. അതിനുള്ള കണ്ടീഷനാണ് 2 പെയറായിട്ട്, അതായത് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, a1x പ്ലസ് b1y പ്ലസ് c1 ഇൻറ്റു a2x പ്ലസ് b2y പ്ലസ് c2. ചുരുക്കത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ 2 ലീനിയർ ഇക്വേഷൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമാറ്റിലേക്ക് വരും. ഇതിനെയാണ് ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇൻ എക്സ് ആൻഡ് വൈ എന്ന് പറയും. അങ്ങനെ എല്ലാത്തിനും എഴുതാൻ പറ്റില്ല. അങ്ങനെ എഴുതാൻ സാധിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ, ഡിറ്റർമിനന്റ് ഓഫ് സംതിങ് ഇസ് 0 എന്താണെന്ന് നോക്കാം. ഇത് പലരും പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സാധനമാണ്. ഇത് എങ്ങനെ പഠിച്ചാലും തെറ്റിപ്പോകും. ഒരൊറ്റ പ്രാവശ്യം പറയാം, തെറ്റില്ല. എക്സ് ടേംസിൻ്റെ കോയിഫിഷ്യൻ്റ് എടുത്തോ, ആൽഫബറ്റ്സ്. കോയിഫിഷ്യൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ തെറ്റുമിട. എക്സിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കോയിഫിഷ്യൻ്റായി വരും. എക്സിൻ്റെ കൂടെയുള്ള ആൽഫബറ്റ്സ്, ആദ്യത്തേത് എക്സ് സ്ക്വയറിൻ്റെ എ, രണ്ടാമത്തെ എന്താ എച്ച്, പിന്നെ ഇവിടെ എക്സിൻ്റെത് വരുന്നത് എന്താ ജി. ഇനി വൈൻ്റെത് പറഞ്ഞോളൂ നിങ്ങൾ. ആദ്യം വൈൻ്റെ കൂടെ വൈൻ്റെ ആൽഫബറ്റ് ഏതാ എച്ച്, പിന്നെ വൈൻ്റെ കൂടെ ഏതാ ബി, പിന്നെ വൈൻ്റെ കൂടെ ഏതാ എഫ്. ഇനി അവസാനത്തെ 3 ആൽഫബറ്റ്സ് ജി എഫ് സി. ദാറ്റ് ഇസ് ദ കണ്ടീഷൻ ഗിവൺ. ഇത് ഈ രൂപത്തിൽ ഓർത്താൽ ആദ്യം എക്സിൻ്റെ കോയിഫിഷ്യൻസ് എഴുതാം. എ ഞാൻ പറയാം, എ എച്ച് ജി. അടുത്തത് വൈൻ്റെ കോയിഫിഷ്യൻസ്, ഇവിടെയാണ് വൈൻ്റെ ആദ്യത്തെ വരുന്നത്, എച്ച് ബി എഫ്. പിന്നെന്താ, പിന്നെ വരുന്നത് ലാസ്റ്റ് 3 ഡിറ്റർമിനന്റ് വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ആ ജനറൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ ഒരു ലീനിയർ ഇക്വേഷനെ, ഇത് ഈ പാഠത്തിൽ വലിയ പ്രധാനപ്പെട്ട കാര്യമല്ല, എന്നാലും പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്താണ് ഫാക്ടർ തിയറം? വളരെ ലളിതമായിട്ടുള്ളൊരു ഫാക്ടർ തിയറം. എന്താണ് ഫാക്ടർ തിയറം? എഫ് ഓഫ് എക്സ് ഇസ് എ പോളിനോമിയൽ ആൻഡ് എക്സ് ഇസ് ഈക്വൽ ടു, അതായത് എഫ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഇസ് എ സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയാം.
ഒരു ഉദാഹരണത്തിന് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1. എഫ് ഓഫ് 1 ഇസ് ഈക്വൽ ടു 1 മൈനസ് 2 പ്ലസ് 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇസ് എ 0 എന്ന് പറഞ്ഞാൽ ഫാക്ടർ തിയറം പറയുന്ന എക്സ് മൈനസ് 1 ഇസ് എ ഫാക്ടർ. അതുകൊണ്ടാണ് നമ്മളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ കൺസിഡർ ചെയ്യുന്നുണ്ട് ഈക്വൽ ടു 0. അതിൻ്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആൽഫയും ബീറ്റയും ആണെങ്കിൽ ആൽഫ റൂട്ട് ആണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടറാണ്, ബീറ്റ ഒരു റൂട്ട് ആണെങ്കിൽ എക്സ് മൈനസ് ബീറ്റ അതൊരു ഫാക്ടറാണ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫാക്ടർ കിട്ടി, അതിൻ്റെ ഇക്വേഷനുമായി. ഒന്നുകൂടി പറയാം, അതിനൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാം. ആൽഫ ബീറ്റ ഗാമ ആർ ദ റൂട്ട്സ് ഓഫ് എ ക്യൂബിക് ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ ആൽഫ ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഒരു ഫാക്ടർ, ബീറ്റ ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ബീറ്റ മറ്റൊരു, ഗാമ ഒരു റൂട്ടാണെങ്കിൽ എക്സ് മൈനസ് ഗാമ ഒരു 0 ആയി, ഒരു ഫാക്ടറായി. അപ്പം therefore the ക്യൂബിക് ഇക്വേഷൻ അവിടെ തന്നെ കിട്ടി. വേണമെങ്കിൽ ഒരു k ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ kൻ്റെ അർത്ഥം എന്താ അത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ. അതേപോലെ തന്നെ nth ഡിഗ്രി ഇക്വേഷൻ, if you are provided with an nth degree equation, if a1 a2 a3 etc an are the zeros of an nth degree equation, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എത്രയാണ്? എക്സ് മൈനസ് a1 എക്സ് മൈനസ് a2 എക്സെട്ര എക്സ് മൈനസ് an ഒക്കെ എന്താ അതിൻ്റെ ഫാക്ടേഴ്സാണ്. അതുകൊണ്ട് എന്താണ് ആ ഇക്വേഷൻ എന്താ? എക്സ് മൈനസ് a1 ഇൻറ്റു എക്സ് മൈനസ് a2 എക്സെട്ര ഇൻറ്റു എക്സ് മൈനസ് an. ഇനി ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് നമുക്ക് നിർത്താം. തിയറി പാർട്ട് ക്വസ്റ്റ്യൻ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ ഈ ക്വാഡ്രാറ്റിക് ഇവിടെ ഒരു വളരെ രസകരമായൊരു ഇത് കാണുമ്പം വലിയൊരു ഇക്വേഷൻ. ഇഫ് ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് റേസ് ടു n, ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആൽഫ n ആർ ദ റൂട്ട്സ് ഓഫ് ദി ഇക്വേഷൻ എക്സ് റേസ് ടു n പ്ലസ് p1 എക്സ് റേസ് ടു n മൈനസ് 1 പ്ലസ് p2 എക്സ് റേസ് ടു n മൈനസ് 2 എക്സെട്ര pn എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ സം ഓഫ് ദ പ്രോഡക്ട്സ് ഓഫ് ആൽഫ 1 ആൽഫ 2 റൂട്ട്സ് ടേക്കൺ 1 2 3 എക്സെട്ര, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനൊന്നും നമുക്ക് റെസ്പെക്റ്റീവ്ലി മൈനസ് p1 p2 എന്നൊക്കെ പറയുന്നുണ്ട്, അതിനൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാം ആ കോൺസെപ്റ്റിനെ. ലെറ്റ് us consider a quadratic equation ax square plus bx plus c equal to 0. ആൽഫ പ്ലസ് ബീറ്റ എന്താ? മൈനസ് b ബൈ a, ആൽഫ ബീറ്റ c ബൈ a. ഈ ഒരു ക്യൂബിക്ക് ax സ്ക്വയർ പ്ലസ് bx ax ക്യൂബ് പ്ലസ് bx സ്ക്വയർ പ്ലസ് cx പ്ലസ് d ഈക്വൽ ടു 0. 3 സീറോസ് ഉണ്ടാവും. ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ ദാറ്റ് ഈസ് മൈനസ് b ബൈ a. ആൽഫ ബീറ്റ പ്ലസ് ബീറ്റ ഗാമ പ്ലസ് ആൽഫ ഗാമ, അതായത് സം ഓഫ് ദ പ്രൊഡക്റ്റ് ടേക്കൺ 2 at a time is equal to c by a and alpha beta gamma is equal to minus b by a. ഇനി 4 എണ്ണം ഉണ്ടെങ്കിൽ അങ്ങനെയാണ് പറയുന്നത്. ആൽഫ എ എക്സ് റേസ് ടു 4 പ്ലസ് ബി എക്സ് ക്യൂബ് പ്ലസ് സി എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് പ്ലസ് ഇ ഈക്വൽ ടു 0 ആണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ പ്ലസ് ഡെൽറ്റ എന്താണ്? മൈനസ് ബി ബൈ എ. ഇതിൻ്റെ ബാക്കിയുള്ളത് എഴുതുന്നില്ല. ആൽഫ ബീറ്റ ഗാമ പ്ലസ് ആൽഫ ആ കോമ്പിനേഷൻ ഞാൻ എഴുതുന്നില്ല, പ്രൊഡക്റ്റും എഴുതാം. ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ മൈനസ് ബി ബൈ എ, അടുത്ത സൈന് മാറ്റാം സി ബൈ എ, മൈനസ് ഓൾട്ടർനേറ്റ് സൈൻ ചേഞ്ച് ചെയ്യാം. മൈനസ് ബി ബൈ എ സി ബൈ എ മൈനസ് ഡി ബൈ എ ഇ ബൈ എ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് ദ റൂട്ട്സ് സെക്കൻഡ് ലാർജസ്റ്റ് കോഎഫിഷ്യൻറ്റ് ബൈ minus of second largest coefficient by the first largest. Sum of the roots minus of second largest divided by the leading. Sum of all the roots minus second, അതായത് sum of the roots എന്ന് എപ്പോഴും പറയുന്നത് sum of the roots എന്ന് എപ്പോഴും പറയുന്നത് minus of coefficient. ഞാൻ ഇവിടെ താഴത്തേക്ക് എഴുതാം. സം ഓഫ് ദ റൂട്ട്സ് ഒരു nth ഡിഗ്രി ഇക്വേഷൻ ഏതായാലും ഏത് ഇക്വേഷൻ തന്നാലും സം ഓഫ് റൂട്ട്സ് മൈനസ് ഓഫ് സി എന്ന് ഉദ്ദേശിക്കുന്നത് കോഎഫിഷ്യൻ. ഇത് സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ അല്ല, ജസ്റ്റ് ബിറ്റ്വീൻ യു ആൻഡ് മീ, നമ്മൾ തമ്മിലുള്ള ഒരു ഇടപാട്, ഒരു തൈട അങ്ങനെ പറയാം, നമ്മൾ തമ്മിലുള്ള മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് സെക്കൻഡ് ലീഡിങ് കോഎഫിഷ്യൻ, ഐ മീൻ ലീഡിങ് ടേം. ഈ സെക്കൻഡ് ലീഡിങ് ടേം എന്ന് പറഞ്ഞാൽ എന്താ?
രണ്ടാമത്തെ വലിയ ടേം എക്സ് സ്ക്വയർ എക്സ്, ഇവിടെ സെക്കൻഡ് ഇത്, ഇവിടെ സെക്കൻഡ് ലീഡിങ് ഇത്, ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് ലീഡിങ് ടേം. ഇനി പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ് എന്തായിരിക്കും? ഇവിടെ സി ബൈ എ, ഇവിടെ മൈനസ് ഡി ബൈ എ, ഇവിടെ പോസിറ്റീവ് ഇ ബൈ എ. ആകെ കുടുങ്ങിയില്ലേ, ആകെ പ്രശ്നങ്ങൾ. സെക്കൻഡ് ഡിഗ്രി ആയപ്പോൾ സി ബൈ എ, തേർഡ് ഡിഗ്രി ആയപ്പോൾ നെഗറ്റീവ്, ഫോർത്ത് ഡിഗ്രി ആയപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ nth ഡിഗ്രി ആണെങ്കിൽ -1/n ഇൻറ്റു ലാസ്റ്റ്, അതായത് കോൺസ്റ്റൻറ്റ് ടേം, കോൺസ്റ്റൻറ്റ് ടേം ഡിവൈഡഡ് ബൈ ലീഡിങ് കോഎഫിഷ്യൻ്റ് ഓഫ് ലീഡിങ് ടേം. ഒന്ന് പരിശോധിച്ച് നോക്കൂ. അതാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് P1 എന്ന് വെച്ചാൽ ആൽഫ ബീറ്റ ഗാമ, P2 ടേക്കൺ 2 at a ടൈം, P3 ഇവിടെ 2 at a ടൈം, P2 ആൽഫ ബീറ്റ ബീറ്റ ഗാമ എന്ന് പറയുന്ന ഈ ആൽഫ ബീറ്റ ബീറ്റ ഗാമ എന്ന് പറയുന്ന 2 at a ടൈം, ഈ കേസിൽ 3 at a ടൈം, അങ്ങനെ പോകുന്നതാണ്. അതാ പറഞ്ഞാൽ ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ. ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു n 1 ആക്കിയിട്ടുണ്ട്. ഞാൻ 1 ആക്കി എടുത്തില്ല, ജനറലാക്കി എടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു രസകരമായൊരു ചോദ്യം ചെയ്യാം. ഒരു 6th ഡിഗ്രി അല്ലെങ്കിൽ 7th ഡിഗ്രി ഞാൻ തരാം, ഇക്വേഷൻ തരാം. ഇത് ഓർത്ത് വെച്ചോളൂ. 7x⁻7 പ്ലസ് 5x⁴ മൈനസ് 3x² മൈനസ് 4x പ്ലസ് 7 = 0. 7th ഡിഗ്രിയാണ്. ഇതിൻ്റെ എത്ര റൂട്ട്സ് ഉണ്ടാവും? ദർ വിൽ ബി 7 റൂട്ട്സ് അല്ലേ? 7 റൂട്ട്സ്, സം ഓഫ് ഓൾ റൂട്ട്സ്. ഭയങ്കര പ്രശ്നമാണല്ലോ, എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, എന്താണ് സം ഓഫ് ഓൾ റൂട്ട്സ്? ഇവിടെ പറഞ്ഞല്ലോ സം ഓഫ് ഓൾ റൂട്ട്സ് മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് ദ സെക്കൻഡ് ലീഡിങ് എവിടെ പോയി? അവിടെ ഉണ്ടല്ലോ. എത്രയാണ്? 0x6 പ്ലസ് 0x⁵ അല്ലേ? അതില്ല, സെക്കൻഡിലായിട്ട് 7th ഡിഗ്രി ആയതുകൊണ്ട് സെക്കൻഡ് ലീഡിംഗ് എന്ന് പറയുമ്പോൾ 6th. അതിന് കോഎഫിഷ്യൻ്റ് എത്ര? 0 ഡിവൈഡഡ് ബൈ ലീഡിംഗ് കോഎഫിഷ്യൻ്റ് 7. എത്രയാണത്? കോഎഫിഷ്യൻ്റ് ഓഫ് 0, ഐ മീൻ ദിസ് പാർട്ട് എന്താ? ഇത് മൊത്തം എന്താവും? 0 ആയി മാറും അല്ലേ? ദാറ്റ് മീൻസ് സം ഓഫ് ദ റൂട്ട്സ് വിൽ ബി 0 ആൻഡ് പ്രൊഡക്റ്റ് വിൽ ബി പ്രൊഡക്റ്റ് ഓഫ് ഓൾ റൂട്ട്സ്, എല്ലാ റൂട്ട്സിനും പ്രൊഡക്റ്റ് ഓഫ് ഓൾ റൂട്ട്സ് വിൽ ബി ഈക്വൽ ടു എന്താണ്? -1/nth ഡിഗ്രി ആണ് 7, -1/7 into 7 by the constant term by leading term, that is equal to -1. മനസ്സിലായോ ഈ ഒരു കാര്യം? സോ ഇവിടെ സെക്കൻഡ് ലീഡിംഗ് ടേം ഇല്ല, അതുകൊണ്ട് തന്നെ സം എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി nature of roots of an equation. ഒരു coefficient, if the coefficient of are all positive, then the equation has no positive roots. അങ്ങനെ ഉണ്ടാവുമോ? x² plus 2x plus 1 = 0. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള x plus 1 whole square. സൊല്യൂഷൻസ് എന്താ? x is equal to 1, x is equal to 1. Sorry, x is equal to -1, x is equal to -1. Any, if the coefficient of even power of x are all one sign and coefficient of odd powers, even powers നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, 6x⁸ minus and coefficient of odd powers are all contrary sign. Contrary is negative, positive or negative. 5 minus 5 x⁻7 plus, അതായത് alternating 6x⁻6. ഈവൺ പവറിൻ്റെ എല്ലാം ഒന്നും ഓഡ് പവറിൻ്റെ ഒക്കെ മറ്റൊന്നും എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ then the equation has no negative roots. Okay, equation has no negative roots. അതിൻ്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 6 മിസ്സിംഗ് ആണ്, അതുകൊണ്ടാണ്. പോസിറ്റീവോ നെഗറ്റീവോ എടുക്കാം ഈ കേസിൽ. ഇതിനോട് സിമ്പിൾ തിങ് ഒന്ന് വായിച്ച് നോക്കാം ഈ കണ്ടീഷൻസ് എല്ലാം. ഇനി ഇതൊക്കെ നമ്മൾ പലതും ചർച്ച ചെയ്തതാണ്. if every equation has a odd degree and has at least one real roots. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരൊറ്റ അവസാനത്തെ ഒരു കാര്യം ഒന്ന് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. every equation which is of even degree and has its last term negative, even degree ആയിട്ടുള്ള, നമുക്ക് ഈവൻ ഡിഗ്രി എടുക്കാം. സെക്കൻഡ് ഡിഗ്രി x² plus 3x ലാസ്റ്റ് -1 = 0 has one positive and one negative root. Every
equation which has even degree and has its last term negative has at least two real roots. ഇത് second degree ആണ്. two one root is positive and the one root is negative. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ വെറുതെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എഴുതിയതാണ്. എക്സ് സ്ക്വയർ മൈനസ് 3x plus 3x plus 3x minus 1. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി പറഞ്ഞ ഭാഗത്തിലേക്ക് വരാം. every equation which has even degree, ഇവിടെ second degree, fourth degree, sixth degree, has its last term is negative ആണെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 2 റിയൽ റൂട്ട് ഉണ്ടാവും ആൻഡ് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. ഇവിടെ വളരെ കൃത്യമായിട്ട് അത് കാണാൻ സാധിക്കും. അത് അടിച്ച് നോക്കുമ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയാം. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, കോംപ്ലക്സ് റൂട്ട്സ് എങ്ങനെയായിരിക്കും വന്നിരിക്കുന്നത്? കോംപ്ലക്സ് റൂട്ട്സ് എപ്പോഴും വരുന്നിരിക്കുന്നത് കോൺജുഗേറ്റ് പെയേഴ്സിലാണ്. എന്ന് പറഞ്ഞാൽ ഐ ഒരു റൂട്ടാണെങ്കിൽ മൈനസ് ഐ റൂട്ടാണ്, 1 പ്ലസ് ഐ ഒരു റൂട്ടാണെങ്കിൽ 1 മൈനസ് ഐ റൂട്ടാണ്. അപ്പം ഒരു 6th ഡിഗ്രി, ഒരു 4th ഡിഗ്രി അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഡിഗ്രി എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഒരു സൊല്യൂഷൻ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരു റിയലും എക്സ് ഇസ് ഈക്വൽ ടു 1ഉം എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐയും പറ്റില്ല. ബിക്കോസ് ദിസ് കംസ് ഓൾവേസ് ഇൻ കോൺജുഗേറ്റ്. സെക്കൻഡ് ഡിഗ്രി ഒരു ഇക്വേഷൻ ആണെങ്കിൽ രണ്ടും റിയൽ ആവാം അല്ലെങ്കിൽ രണ്ടും കോംപ്ലക്സ് ആവും. ഒരു കോംപ്ലക്സ് ഒരു റിയലും പറ്റില്ല. പ്രൊവൈഡഡ് എ ബി സി ആർ റിയൽ. എയും ബിയും സി ഒക്കെ റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ രണ്ടും കോംപ്ലക്സ് ആവാം അല്ലെങ്കിൽ രണ്ടും റിയൽ ആവാം. അങ്ങനെയാണെങ്കിൽ ഒരു 4th ഡിഗ്രി എടുത്ത് നോക്കിയാൽ, ഇതാണ് ഇതിൻ്റെ രത്ന ചുരുക്കം. ഒരു 4th ഡിഗ്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബി എക്സ് ക്യൂ പ്ലസ് സി എക്സ് സ്ക്വയർ പ്ലസ് ഡി എക്സ് പ്ലസ് സി, ഒരു 4th ഡിഗ്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ നാലും റിയൽ ആവാം. 3 റിയലും ഒരു കോംപ്ലക്സ് എന്ന് പറഞ്ഞ് വാശി പിടിക്കരുത്. +1 കോംപ്ലക്സിന് വാശി പിടിക്കരുത്, പറ്റില്ല. കാരണം എന്താ, കോംപ്ലക്സ് ഇത് വരുന്നത് എപ്പോഴും കോൺജുഗേറ്റ്. അപ്പം 2 റിയൽ, ഇറ്റ് ക്യാൻ ഹാവ് 2 റിയൽ പ്ലസ് 2 കോംപ്ലക്സ് പ്രൊവൈഡഡ് എ ബി സി ഡി ആർ റിയൽ നമ്പേഴ്സ്. ഓക്കെ, അതേപോലെ തന്നെ വേണമെങ്കിൽ 4 കോംപ്ലക്സ് ആവാം. അതായത് കോംപ്ലക്സ് റൂട്ട്സ് ഓൾവേസ് കം ഇൻ കോൺജുഗേറ്റ് പെയർസ്. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. വാട്ട് ഈസ് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി? 1/1/3. എക്സ് ക്യൂബ് 1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താ? എക്സ് ഇസ് ഈക്വൽ ടു 1/1/3. 1/1/3 എന്താണ്? ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി. 1ൻ്റെ ഏത് പവറും 1 ആയിരിക്കുമല്ലോ, അങ്ങനെ നമുക്കറിയാം. സോ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ഇസ് നത്തിങ് ബട്ട് വാട്ട്? 1. അത് മാത്രമാണോ എന്നും കൂടി നമുക്ക് പരിശോധിക്കേണ്ടത്. എന്തൊക്കെയാണ്? എക്സ് ക്യൂബ്, അത് കോംപ്ലക്സ് നമ്പറിൽ കൃത്യമായി പഠിച്ചാണ്, ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രം. എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ക്യൂബ് മൈനസ് 1 ക്യൂബ് ഇസ് ഈക്വൽ ടു 0. അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിൻ്റെ അകത്ത് നിന്ന് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0 ഓർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. എക്സ് ഇസ് ഈക്വൽ ടു 1 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു സോൾവ് ചെയ്താൽ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് -3 ഡിവൈഡ് ബൈ 2. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 1. ഇതെന്താണ്? ഇത് റിയൽ ആണ്. ഇനി ബാക്കിയുള്ളത് എക്സ് ഇസ് ഈക്വൽ ടു -1 പ്ലസ് i√3 ഡിവൈഡ് ബൈ 2. അടുത്തത് -1 മൈനസ് i√3 ഡിവൈഡ് ബൈ 2. ഇത് രണ്ടും പ്രത്യേകത എന്താണ്? കോംപ്ലക്സ്. ഇത് എപ്പോഴും നമുക്ക് വാരി വലിച്ചെഴുതാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളിതിനെ എളുപ്പത്തിൽ എഴുതുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 1, ഇത് എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് എഴുതുന്നു. ഇതിനെ സ്ക്വയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് രസകരമായിട്ട് കാണാം. എന്താണ്? ഇതായിരിക്കും. അതുകൊണ്ട് എക്സ് ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി 1/1/3. അതിൻ്റെ റിയൽ വാല്യൂ ഏതൊക്കെയാണ്? 1. 2 കോംപ്ലക്സ് വാല്യൂ ഉണ്ടാവും. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കണം. എത്രയാണ്? 1 പ്ലസ് ഒമേഗ സ്ക്വയർ വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ഒമേഗ ക്യൂബ് ഇസ് ഈക്വൽ ടു 1. ഇത് ഓർത്ത് വെക്കണം. ഇനി ഇവിടെ 1-2 പോയിന്റുകൾ പറഞ്ഞു. ലഗ്രാഞ്ച് സൈഡിൻ്റെ അതൊന്നും തൽക്കാലം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് മാത്രം ഒന്ന് പറയാം. ഇഫ് എ ബി സി എക്സെട്ര ആർ ദ റൂട്ട്സ് ഓഫ് ദൻ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ദെൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡിവൈഡ്. ഇതിൽ വലിയ കാര്യമൊന്നുമില്ല, വളരെ നിസ്സാരമായിട്ട് പറയാവുന്നതേ ഉള്ളൂ. നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സങ്കല്പിക്കാം. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം?
എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി. എ 1 ആയിക്കോട്ടെ അല്ലേ. ഇതിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാം. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് കിട്ടും? എക്സ് മൈനസ് ഫസ്റ്റ് ടേമിനെ അവിടെ നിർത്തി സെക്കൻഡ് ടേമിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു 1 പ്ലസ് സെക്കൻഡ് ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഫസ്റ്റ് ടേമിനെ അവിടെ നിർത്തി പ്രൊഡക്റ്റ് റൂൾ അല്ലേ. ദിസ് ഈസ് സെയിം ആസ് എഫ് ഡാഷ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, ഇത് എക്സ് മൈനസ് ബി, പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഇത് കിട്ടണ എന്താ? എഫ് ഓഫ് എക്സിന് എന്താണ്? എക്സ് മൈനസ് എനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത്രേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് ഡിഗ്രി ആയതിനെക്കൊണ്ട് നമ്മൾ 2ൽ നിർത്തി, തേർഡ് ഇവിടെ നിർത്തി. സെക്കൻഡ് ഡിഗ്രി ആയതിനെക്കൊണ്ട് നമ്മൾ ഇവിടെ നിർത്തി. തേർഡ് ഡിഗ്രി ആണെങ്കിൽ 3ാമത്തത് വരും, ഫോർത്ത് ഡിഗ്രി ആണ് 4ാമത്തത് വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഫോർത്ത് ഡിഗ്രി ആണെങ്കിൽ 4ാമത്തത്, അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് പ്രൊഡക്റ്റ് റൂൾ അവിടെ നിർത്തുക, 3ാമത്തെ ഡിഫറൻസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും പെയറായിട്ടുണ്ടാവും. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് സി പ്ലസ് എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് സി. ദിസ് ഇസ് നത്തിങ് ബട്ട് വാട്ട്? എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ഒരു ഫാക്ടർ പ്ലസ് എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ അടുത്ത ഫാക്ടർ എക്സെട്ര. സോ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ നമ്മൾ ചർച്ച ചെയ്ത തിയറി പാർട്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞ ഗ്രാഫിൻ്റെ കാര്യങ്ങളാണ്. അതായത് എപ്പോഴാണ് ഒരു ഇൻഇക്വാലിറ്റി, അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ആ ക്വാഡ്രാറ്റിക്കിൻ്റെ നേച്ചർ മനസ്സിലാക്കുക. എന്നിട്ട് ഗ്രാഫ് എപ്പോഴാണ് മുകളിലേക്ക് പോകുന്നത്, എപ്പോഴാണ് താഴത്തേക്ക്, ആ ഇൻ്റർവെൽ എടുക്കുക. ടേണിംഗ് പോയിന്റ് എപ്പോഴും -b/2 ആയിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ റിയൽ, കോംപ്ലക്സ്, ഇറാഷണൽ റൂട്ട്സ്, റാഷണൽ റൂട്ട്സ് എല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഓക്കെ, സോ വി വിൽ ഗോ ടു ദ ക്വസ്റ്റ്യൻസ്. ഇത് വെച്ചിട്ട് നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കാം. ഓക്കെ.